ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ 2 അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബിൽ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കൽ നിർബന്ധവുമാണ്. കാരണം ഇത്തരത്തിൽ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ചാനലിൽ അത് നോക്കി കാണുകയും അത് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യേണ്ടതുമായിട്ട് വരും. അതുകൊണ്ടാണ് ഓരോ അപ്ഡേറ്റും വളരെ മുഖ്യമായിട്ട് തന്നെ നിങ്ങൾ എല്ലാം നോക്കി കാണണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അപ്ഡേറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. അതിനായിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ ക്രോം ബ്രൗസറിൽ എൻ്റെ ചാനൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 55,000 സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു കേട്ടോ. ഇതിൽ എന്താണെന്ന് വെച്ചാൽ 55,000 സബ്സ്ക്രൈബ്സ് ആയി നമ്മുടെ ഫാമിലി വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സന്തോഷം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഇതിലൂടെ താങ്ക്സും കൂടി പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അപ്ഡേറ്റിലേക്ക് പോകാം. അതുപോലെ സബ്സ്ക്രൈബ്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ്സ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ യൂട്യൂബ് പരമായിട്ടുള്ള പുതിയ അപ്ഡേറ്റും പുതിയ കാര്യങ്ങളും യൂട്യൂബിൽ സബ്സ്ക്രൈബ്സ് കൂട്ടാനുള്ള പുതിയ ട്രിക്സും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരെ ഇവിടെ അനലിറ്റിക്സ് എന്നുള്ള ഓപ്ഷനിൽ പോകാൻ പോവാണ്. കാരണം ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ജോയിൻ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് വന്നിരിക്കുന്നത്. അതായത് എടുത്തവർക്കല്ല, ജോയിൻ മെമ്പർഷിപ്പ് ആർക്കൊക്കെ മൊബൈലിൽ എനേബിൾ ആക്കി വെച്ചിട്ടുണ്ടോ 59 രൂപ, 29 രൂപ, 129 രൂപ ഇങ്ങനെയൊക്കെ ഓരോ റേറ്റിലുള്ള ജോയിൻ മെമ്പർഷിപ്പ് ഓരോ ചാനലുകാർ ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്നേഹനിധിയായ സബ്സ്ക്രൈബ്സ് നമ്മുടെ ഫാമിലിയിലുള്ള അംഗങ്ങൾ തന്നെ ഒരു ഡൊണേറ്റ് നമ്മുടെ ചാനലിലേക്ക് ഒരു ഡൊണേറ്റ് തരുന്നതാണ്. അപ്പോൾ ഇതിലും ഈ ഒരു ഡൊണേറ്റ് നമ്മുടെ ആഡ്സെൻസിലേക്കാണ് പോകുന്നത് കേട്ടോ. അത് നമ്മുടെ നേരിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല ആ ക്യാഷ് വരുന്നത്. ആഡ്സെൻസിലേക്ക് ഇൻക്ലൂഡ് ആയിട്ട് ഗൂഗിൾ ആഡ്സെൻസ് ഒരു പർട്ടിക്കുലർ ക്യാഷ് അവർ കട്ട് ചെയ്ത ശേഷം പിന്നെയാണ് നമുക്ക് തരുന്നത്. അതിൽ നിന്ന് കുറച്ച് ക്യാഷാണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അവിടെ അനലിറ്റിക്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ എത്ര ടോട്ടൽ ജോയിൻ മെമ്പർഷിപ്പ് ഉള്ള ആളുകളുണ്ട് എന്നെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എൻഗേജ്മെൻറ്റ് എന്നതിന് ശേഷം ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓഡിയൻസ് എന്നുള്ളതിലാണ് പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്, ജോയിൻ മെമ്പർഷിപ്പ് ഉള്ള അതായത് ജോയിൻ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ 2 ഗ്രാഫ് വരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ 2 ഗ്രാഫ് ഉണ്ട്. ഈ 2 ഗ്രാഫിൽ ആദ്യത്തെ ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 62 നമ്മുടെ എത്ര ടോട്ടൽ മെമ്പേഴ്സ് ഉണ്ട് അത് ഇവിടെ കാണിക്കുക 62 എന്ന്. രണ്ടാമത്തെ ഒരു ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്, 69 പേര് ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജോയിൻ മെമ്പർഷിപ്പ് ഉള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ കാണാൻ കഴിയും. ഇതിലും കാട്ടി കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ സീ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര ആളുകൾ ക്യാൻസലായി പോയിട്ടുണ്ട് എല്ലാ ടോട്ടൽ കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. ടോട്ടൽ മെമ്പർ ഇപ്പോൾ വന്നത് ഇവിടെ എത്ര ദിവസം കൊണ്ട്, 28 ദിവസം കൊണ്ട് എന്നുള്ള മുകളിൽ അത് ശ്രദ്ധിക്കണം. ഒരാൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ 16 പേര് ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. കണ്ടോ, മെമ്പർഷിപ്പ് ലോസ്റ്റ് 15 പേര്, 16 ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇവിടെ ആഡ് ആയതുകൊണ്ട് 15ആണ് നമ്മുടെ ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻ മെമ്പർഷിപ്പ് ഉള്ളവർക്കെല്ലാം ഇത്തരത്തിൽ നോക്കി കാണാവുന്നതാണ്. സീമോറിലെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് എത്ര ആൾ പോയിട്ടുണ്ട്, എത്ര ആൾ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അതിൽ നോക്കി കാണാവുന്നതാണ്. അതാണ് പുതിയൊരു അപ്ഡേറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇവിടെ വീഡിയോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോയിൽ നോക്കി കാണേണ്ട അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയുടെ ഞാൻ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ അനലിറ്റിക്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇടുന്ന വീഡിയോസിന് എത്രത്തോളം പെർഫോമൻസ് ഉണ്ട്, നമ്മൾ ഇടുന്ന വീഡിയോ ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് പോകുന്നുണ്ടോ, എത്ര നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട്, നമ്മുടെ വീഡിയോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര ആൾക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഫാമിലി 55,000 പേരുണ്ട്, 55,000 പേർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഓവർവ്യൂ എന്നുള്ളതിൽ എടുത്തിട്ട് ഇവിടെ കണ്ടോ 12,000 വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ വാച്ച് ടൈം കാണുന്നുണ്ട്. സബ്സ്ക്രൈബ്സ് ഇതിൽ 106 സബ്സ്ക്രൈബ്സ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് നോക്കി കാണാൻ കഴിയും. ഓരോ വീഡിയോസിൽ ഇത്തരത്തിൽ നോക്കി കാണാൻ കഴിയും. ഇവിടെ ടോട്ടൽ റവന്യൂ $8.31 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്രാഫ് കണ്ടോ, അത് നല്ല പെർഫോമൻസ് തന്നെ പോകുന്നത്. ഇവിടെ മെയിനായിട്ട് ഇവിടെ കണ്ടോ വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ മോർ വ്യൂവേഴ്സ് ഫോറും യൂട്യൂബ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഒരു ഗ്രാഫുകൾ കണ്ടാൽ മനസ്സിലാക്കണം നമ്മുടെ വീഡിയോ നല്ല പെർഫോമൻസ് ആണെന്ന്. ഈ ഒരു ആരോ മാർക്ക് മുകളിലാണെങ്കിൽ നല്ല പെർഫോമൻസ് ആണ്, അഥവാ ടിക്ക് മാർക്ക് ആണെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് ആണ്. അതായത് നല്ല പെർഫോമൻസ് പോലെ എന്നാൽ നമ്മുടെ വീഡിയോ താഴോട്ടും പോയിട്ടില്ല, അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ആണ് ടിക്ക് മാർക്ക് വന്നാൽ. അതല്ല നമ്മുടെ ആരോ മാർക്ക് താഴോട്ടാണെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര മോശം, അതായത് കൂടുതൽ റെക്കമെൻഡും പോകുന്നില്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇവിടെ കണ്ടോ ഹയർ ക്ലിക്ക് ത്രൂ റേറ്റ്,
അപ്പോൾ ഇതിൻ്റെ CTR ഹൈ ആണ്. ഇതിൻ്റെ തമ്പനയിൽ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് നന്നായി ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതും മുകളിലോട്ട് തന്നെയാണ്. പിന്നെ ലോങ്ങർ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ, നല്ലൊരു വ്യൂ ഡ്യൂറേഷൻ. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യൂ ഡ്യൂറേഷൻ കൂടുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ഏതൊരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നോക്കി കാണുക. ഏറ്റവും കൂടുതൽ വ്യൂ വന്ന വീഡിയോ ഏതാണ്, അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിന് നമുക്ക് നല്ല റീച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നോക്കി കാണുന്നതിനോടുകൂടി ഇതിൻ്റെ താഴെ വന്നിട്ടുണ്ട് ഹൗ വ്യൂവേഴ്സ് ഫൗണ്ട് ദിസ് വീഡിയോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും യൂട്യൂബ് റെക്കമെൻഡേഷൻ മുകളിലാണ് യൂട്യൂബ് ഹോം. അത് യൂട്യൂബ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വീഡിയോ മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പനയിൽ കണ്ടിട്ട് ക്ലിക്ക് ചെയ്യും. അതാണ് ഈ യൂട്യൂബ് ഹോമിൽ നിന്ന് വന്ന വ്യൂസ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു റെക്കമെൻഡേഷനിൽ വരുന്നതാണ്. യൂട്യൂബ് സെർച്ചിൽ നന്നായിട്ട് ഈ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഗ്രോ മുകളിലോട്ട് തന്നെയാണ്. യൂട്യൂബ് റെക്കമെൻഡേഷനിൽ തന്നെ വന്നാൽ തന്നെ നമ്മുടെ വീഡിയോ ഏകദേശം വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്ക് നോക്കി കാണാൻ പറ്റും. പിന്നെ കീ മൂവ്മെൻറ്റ്സ് ഫോർ ഓഡിയൻസ് റിട്ടൻഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ നമുക്ക് നോക്കി കാണാനുള്ളത് നമ്മുടെ ഇൻട്രോ ടിപ്സ്. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കാണണം. നമ്മൾ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഗ്രാഫ് നമുക്ക് വളരെ പെർഫോമൻസ് ആണോ അതല്ലയോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആരും കാണാൻ മറക്കരുത്, കണ്ട് അത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ യൂട്യൂബിൽ പ്രവർത്തിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.